നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു നേച്ചർ റൈഡിംഗ് ആണ്. നല്ല രസകരമായ കാഴ്ചകളായിരിക്കും. ഒരു ചെറിയ ട്രക്കിങ്ങും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ സഹായങ്ങളെല്ലാം ചെയ്തു തന്നത് തൊമ്മൻകുത്ത് വാട്ടർഫാൾസിൻ്റെയും ആനചാടിക്കുത്തിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഈ മനോഹരമായ യാത്രയ്ക്ക് വേദിയായത് തൊമ്മൻകുത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന വൈൽഡ് വാട്ടർ ഹോം സ്റ്റേ ആണ്. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഈ ഇടം യാത്രയ്ക്കൊരു പ്രത്യേക അനുഭവം സമ്മാനിക്കുന്നു. ഇന്നത്തെ നൈറ്റ് പ്രോഗ്രാമിൻ്റെ കുക്കാണ്. ഗ്രില്ലടിക്കുകയാണ് ചിക്കൻ. സാവു ചേട്ടൻ ഗ്രില്ലടിക്കുകയാണ്. മറിക്കാറായ കേട്ടു തരിച്ചു നിന്നു വിരഹമെന്നാലും മയങ്ങി വരൂ മധുരം തരൂ എങ്ങനെ എഴുതണം ഞാനൊരു മുനികുമാരികയല്ലോ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് മലപ്പുരയല്ലേ ഓയല്ലേ മാ കൂട്ടി മായാണ് അടുത്ത അക്ഷരം. അടുത്ത ബി ഗ്രൂപ്പിലേക്ക് കടക്കുന്നു. 1 2 മാ എന്നും മംഗളം നേരുന്നു ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ വെയിൽ പാതി പകുത്തു തരും മനസ്സിൽ പാതി പകുത്തു തരും മാൻകിടാവേ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ പല്ലവവതികൾ ഭാവനാലതകൾ പാടുന്ന കമ്പികളാക്കി മല്ലി സായക ഉറപ്പുമില്ല. Nobody can predict that, but we must enjoy and we must praise our God Almighty and this opportunity. Happy Journey Tour Group, Happy Journey ആ പേര് പോലെ തന്നെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെ എല്ലാ ടൂറും അതിമനോഹരമാണ്. ഞങ്ങളങ്ങനെ ട്രക്കിംഗ് പോയിന്റിലേക്ക് ജീപ്പ് കയറി പോയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ 2-3 പേര് നടക്കുക. അല്ല സാറേ, വിശ്വാസികൾ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ ട്രക്കിങ് ചെയ്ത് പോണ സമയത്ത് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കണ്ട ഒരു പൂവാട്ടോ. ചീവീട് നല്ല കരച്ചില കയറണം. ആ ട്രക്കിങ്ങിൻ്റെ ഇതല്ലേ. അട്ടയില്ല, ഇവിടെ ഒന്നുമില്ല. അട്ട പിടിച്ചെന്ന് പറഞ്ഞല്ലേ.
മോനെ സാറേ ഇങ്ങോട്ട് കയറുമ്പോ ഒരു ഫോട്ടോ എടുത്ത് ഇതുണ്ട്, ഇതൊരു മരം. നോക്കി എൻ്റെ ചൂട് നോക്കി. ഇത് എന്ത് മരാന്ന് ഒരു പിടുത്തമില്ലാത്ത. ഇതിൻ്റെ ഇലയാണെങ്കിൽ കാണത്തില്ല. പിന്നെ സൈസല്ലേ. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല. ട്രക്കിംഗ് എങ്ങനെയുണ്ടോ? മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളം വഴി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാറ്റിൽ രണ്ടു കുവലയ പൂക്കൾ കണ്ടു. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളം വഴി കേട്ടു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണുവാൻ സാധിച്ചത്. ഈ കാട്ടാറിൽ കൂടിയുള്ള യാത്ര വളരെ സാഹസികമായ ഒരു യാത്രയെന്ന് തന്നെ എന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഏതായാലും അങ്ങനെ ഒരു പ്രോഗ്രാം ഒരുക്കി തന്ന ഇതിൻ്റെ സാരഥികൾക്ക് പ്രത്യേകം നന്ദി. തൊമ്മൻകുത്തിലുള്ള വൈൽഡ് വാട്ടർ ഹോം സ്റ്റേയിലെ ഓണറാണിത്. പേര് മനോജ് പീറ്റർ. ഞാൻ മനോജേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നതാണ്. തൊമ്മൻകുത്തിൽ നമുക്ക് ഹോം സ്റ്റേ ഉണ്ട്. അവിടെ 50 പേർക്കോളം താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. തലേദിവസം വന്ന് താമസിച്ചാൽ നമുക്ക് എഴുന്നേലക്കുത്ത്, തൊമ്മൻകുത്ത്, ആനചാടിക്കുത്ത് ഇത് കണ്ട് പിറ്റേ ദിവസം ഓഫ് റോഡ് ജീപ്പ് സഫാരി ഉണ്ട് ഇവിടെ. ബെന്നിച്ചേട്ടനായിരുന്നു മെയിൻ ഗൈഡ്. അവർ ഇതുപോലെ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് അവർ പറയുന്നത്. അത് കാരണം അതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് ഞങ്ങൾ കൊടുത്തത്. ഈ പ്രായത്തിൽ ഇതൊക്കെ കാണാമെന്നും പറഞ്ഞു. ഈ പ്രായത്തിൽ ഇവർ വന്ന് അവർ ആ കാണാൻ ഇഷ്ടപ്പെട്ടു. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു നേച്ചർ റൈഡായിരുന്നു. അതെ, നേച്ചർ. പിന്നെ പറയണ്ടല്ലോ, എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഷെർമോൻ ഇല്ലാത്ത കളിയിലല്ലോ, സാരഥിയായിട്ട്. അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അല്ലേ? നല്ല നേച്ചർ റൈഡിങ്, മൊത്തം ഈറ്റ് ചെയ്യും. ഷെർമോനെ മടുത്തോ? പിന്നെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് താഴെ പിടിച്ചോണ്ട് മുളയരി പായസം എത്തിയിട്ടുണ്ട്. മുളയരി പായസം പറഞ്ഞാനത്തുനിന്നാണോ പായസം കൊണ്ടുവന്നേ? മനോഹരന്റെ കടയിൽ നിന്നോ? പായസം കൊണ്ട് ഇവിടെ നോക്കിയേ, ഈ ചേട്ടൻ പറഞ്ഞാനത്തുനിന്നാട്ടോ ഞങ്ങൾക്ക് വേണ്ടി മുളയരി പായസം കൊണ്ടുവന്നേക്കണേ. പറഞ്ഞാനത്ത് മനോഹരന്റെ കടയിൽ മുളയരി ഉണ്ടല്ലേ? അവിടെ റെഡിയാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബസ്സിന് പോകുന്നില്ലേ? സ്കൂട്ടിക്ക് ഇതൊക്കെയാണ് സഹനശേഷി എന്ന് പറയുന്നത്.
മുളയരി തലേദിവസം എടുത്ത് കഴുകി മിക്സിയിലിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് കുത്താൻ വെക്കണം. എന്നിട്ട് രാവിലെ അത് കഴുകി വാരിയെടുത്ത് പ്രഷർ കുക്കറിൽ ഇട്ട് ഒരു 7 വിസിലടിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. മുഴുവനായിട്ട് കുതിർത്താലും കുഴപ്പമില്ല, അതിലും എളുപ്പമുണ്ട്. നുറുക്കിയിട്ട് ഇടുവാണ് എന്നിട്ട് നന്നായിട്ട് വേവും. പിന്നെ വെന്തതിന് ശേഷം നമ്മൾ സാധാ പായസം വയ്ക്കും പോലെ തന്നെ തേങ്ങ ചിരണ്ടി 1-ാം പാലെടുത്ത് മാറ്റി വയ്ക്കുക. 2-ാം പാലിനകത്ത് ഈ വെന്ത അരിയിട്ട് തിളച്ചതിന് ശേഷം 2-ാം പാൽ ചേർക്കുക. അതിനുശേഷം ശർക്കരപ്പാനി ചേർക്കുക. അങ്ങനെ ബാക്കി ചേർക്കേണ്ട അടിപൊളി പായസം. ഞാനിപ്പോൾ നിൽക്കുന്നത് തോമസ് മൂന്നാനപ്പള്ളി സാറിൻ്റെ കൂടെയാണ്. റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. സന്തോഷമാണോ? സന്തോഷം. ഞാനൊരു എഴുത്ത് എന്ന നിരൂപകനാണ്. ഈ വർഷം തന്നെ MB പോൾ അവാർഡ് കിട്ടി, മഹാകവി ഉള്ളൂർ അവാർഡ് കിട്ടി, അതുപോലെ തന്നെ സാഹിത്യ ശ്രേഷ്ഠ എന്ന് പറയുന്ന ഒരു വലിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാടകങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. സാറാണ് ഈ യാത്രയുടെ ഗ്രൂപ്പിനെ ഇന്ന് നയിച്ചത്. അതെ. സന്തോഷം. നമ്മൾ വേണ്ട 55 വയസ്സിന് ശേഷം റിട്ടയറായ ആൾക്കാരുടെ ഒത്തിരി സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ട്. വീടുകളിൽ ഒറ്റപ്പെടലുണ്ട്. അത് പല രീതിയിലാണ്. പല രീതിയിലാണ്. ഇപ്പം പിള്ളേർ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചായിരിക്കാം. അങ്ങനെ ഒറ്റപ്പെട്ട റിട്ടയറായിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഈ പറയുന്ന ഹാപ്പി ജേർണി എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ മാസവും യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഈ യാത്രകളൊക്കെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഒരുമാതിരി കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും കാശ്മീർ തൊട്ട് ഈ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഒറ്റപ്പെട്ട ജനവിഭാഗങ്ങൾ, ഒറ്റപ്പെട്ട ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സന്തോഷപ്രദമായ ഒരു ദിവസങ്ങൾ സമ്മാനിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ വന്നു. ഇവിടെ തൊമ്മൻകുത്ത് നല്ല രീതിയിൽ ഇവിടെ നല്ല ആഘോഷിക്കാൻ നമ്മൾക്ക് പറ്റും. ഇതൊക്കെ ആഘോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് ചില മെമ്മറീസ് നമ്മൾ പിന്നീട് ഓർക്കുമ്പോഴും ചില ഫോട്ടോസ് കാണുമ്പോഴും ഒക്കെ നമ്മൾ വീണ്ടും അത് ഓർക്കുമ്പം നമ്മുടെ ഒരു സന്തോഷപ്രദമായ ചില നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ഈ സ്ഥലത്തോടൊപ്പം നമ്മൾ ചിലവാക്കി എന്ന് നമുക്ക് ഒരു ഓർമ്മകൾ നമുക്ക് സഞ്ചരിക്കും. അതിനകത്തുനിന്ന് കിട്ടുന്ന ഓരോ പുഞ്ചിരികളും നമുക്ക് വലിയ സമ്മാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. റിട്ടയർഡ് IPS-കാർ, IAS-കാർ, വക്കീലന്മാർ, പ്രൊഫസർമാർ, പ്രിൻസിപ്പൽമാർ, ടീച്ചേഴ്സ്, അങ്ങനെ വിവിധ മേഖലകളിൽ. സാറൊക്കെ AGS ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ഇത് ബാലേന്ദ്ര സാറും AGS ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഞങ്ങൾ വീട്ടിലേക്ക്, ഞങ്ങളുടെ തറവാട്ടിലേക്ക് വന്ന പോലെ അത്രമാത്രം സന്തോഷകരമായ 2 ദിവസമായിരുന്നു. എഴുത്തുകാരിയാണ്. 9 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പത്മകുമാരിയാണ്. നല്ലൊരു പാട്ടുകാരി. അതെ, അടിപൊളി പാട്ടുകാരി. എൻ്റെ ഭാര്യയാണ് രജി ജോസ്, റിട്ടയർഡ് ടീച്ചറാണ്. ജെസ്സി അലക്സ്, ഇവരെല്ലാവരും ഞാൻ പറഞ്ഞല്ലോ റിട്ടയർ ചെയ്തവരാണ്. ഇത് ഐഷ ടീച്ചർ, എന്താ ഒരു പാട്ടിൻ്റെ പൈങ്കിളി എന്ന് പറയാവുന്നവർ. അത്രയും അടിപൊളി പാട്ട് പാടുന്ന വിശ്വശാന്തി, മുഴുവൻ ശാന്തി നൽകുന്നയാളാണ്. അതെ. ഇത് പ്രൊഫസർ ഡെന്നിസ്, അദ്ദേഹം കാഞ്ഞിരപ്പള്ളി കോളേജിലെ പ്രൊഫസറായിരുന്നു. ഇത് നമ്മുടെ മോഹൻ സാറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ SI ആണ്. ഇപ്പോൾ ഒരു ബിസിനസ് മാൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത. ഇത് സുരേഷ് സാറിൻ്റെ ഭാര്യയാണ്. ജയചന്ദ്രൻ. ഇത് സതീന്ദ്രൻ. ഇത് നമ്മുടെ സിബി മൈക്കിൾ. അതെ, മെലഡിയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സിബി മൈക്കിൾ. ഇത് ആശ, പ്രസാദ് സാറിൻ്റെ വൈഫാണ്. രാജേന്ദ്ര സാറ്. തീരെ ചുമ്മാ ഒന്നുമല്ല. പ്രസാദ് സാറ് അദ്ദേഹം റിട്ടയർഡ് SI ആണ്. ഇവിടെ പോലീസുകാരുടെ കളിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. ഏറ്റവും സന്തോഷമായിട്ട് പോകുന്ന ടൂറായിട്ട് ഏറ്റവും കൂടുതൽ പോലീസുകാരാണോ? ഇഷ്ടം പോലെ. IPS നിലമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ എവിടെ പോയാലും പേടിക്കണ്ടു. പച്ചപ്പിൻ്റെ നടുവിലൂടെ പുതിയ കാഴ്ചകൾ കണ്ടു, പഴയ ഓർമ്മകൾ പങ്കുവച്ചു. ഇവിടെ ഓരോ നിമിഷവും ഒരു ഉത്സവം പോലെയാണ്. ജീവിതം പ്രായം നോക്കില്ല, ആസ്വദിക്കാൻ മനസ്സുണ്ടെങ്കിൽ മതി. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവർ.
കൂടത്തിൽ നിന്നും കാട്ടാറിൻ തരിവളമിട്ടി കാടത്തിക ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കേ മുളനാഴി നിറച്ച പഴഞ്ചാർ ഒരു മോന്തിനു ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ പോയെൻ്റെ ദിനങ്ങൾ എവിടെ പോയെൻ്റെ കിടാങ്ങൾ പൂതേടിപ്പോയോ രന്മക്കൾ പെൺപൈരങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോയെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.